ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാറാണ്. അതായത് വാറ് ചെയ്യേണ്ട ഗെയിമാണ്. അതായത് രണ്ട് ടൈപ്പ് ഓഫ് വാർ വരുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങി നീങ്ങി ഫൈറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ വാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് വാർ വരുന്നുണ്ട് ഈ ഗെയിമിൽ. ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാലേ ഏകദേശം മനസ്സിലാവും. നമ്മൾ വേറെ ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആഡായിട്ട് വരുന്ന ഒരു ഗെയിമില്ലേ, അതേപോലത്തെ അതേ ഗെയിം തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഏകദേശം 800 MB സൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് കളിക്കുമ്പം കുറച്ചും കൂടി വീണ്ടും വീണ്ടും കളിക്കാനുള്ള ഒരു ഇത് തോന്നും. പക്ഷെ നമുക്ക് ആദ്യം കുറേ ലെവലെല്ലാം സ്പീഡാക്കി പെട്ടെന്ന് തീർക്കാൻ പറ്റും. എന്നിട്ട് കുറച്ച് വലിയ ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ബാക്കി വീഡിയോ നോക്കാം. ഇതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് വാർ വരുന്നത്. അതായത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിങ്, അതായത് നമ്മളെ ബിൽഡിങ്ങിൽ നിന്ന് വേറെ ഒരു ബിൽഡിങ്, അങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം അടിച്ച് തകർക്കേണ്ടതാണ്. ഇതിപ്പം നമ്മളെ ബിൽഡിങ്ങിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഞാൻ ഒരു സ്ഥലം തകർക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തകർത്തിട്ട് അവിടുത്തെ ഇതെല്ലാം നേടിയെടുക്കൽ, അവിടെ ഇല്ല ഇതെല്ലാം തട്ടിപ്പറിക്കൽ, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പം ചെറിയൊരു ലെവലിലേക്കാണ് പോകുന്നത്. കാരണം ആദ്യം ചെറിയ സ്ഥലങ്ങളിൽ പോയി അറ്റാക്ക് ചെയ്യുക, അതിനുശേഷം ഓട്ടോമാറ്റിക് ഇതിൽ പറയും വലിയ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യാൻ. അങ്ങനെ വരുന്ന സമയത്ത് വലിയ സ്ഥലം അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇഷ്ടമുള്ള സമയത്ത് പോയിട്ട് ഓരോരാളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതും ഈ ഗെയിമിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിപ്പം നമ്മൾ ഇവിടെ ആക്കി വെച്ച ആൾക്കാർ, അതായത് നമ്മളെ സ്ഥലത്ത് ആക്കി വെച്ച് കൊട്ടാരത്തിലാക്കി വെച്ച പടയാളികളെ വിട്ടിട്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി നടന്നോളും. അവിടെ പോയി യുദ്ധം ചെയ്തിട്ട് എല്ലാം, അഥവാ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സാധനങ്ങളെല്ലാം അവരെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഇതിൽ വരുന്ന മെയിൻ ഫൈറ്റാണ്. ഈ മെയിൻ ഫൈറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഇങ്ങനെ ഇത് കാണുന്നുണ്ടോ, ഓരോന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കാര്യങ്ങളെല്ലാം കിട്ടും. അങ്ങനെ എടുക്കേണ്ട ഒരു ഫൈറ്റാണ്. ഇതിൽ തുടക്കം തന്നെ ഈ ഫൈറ്റാണ് വരുന്നത്. ഈ ഫൈറ്റ് പിന്നെ നമ്മളെ കൊട്ടാരം ഉണ്ടാകും. കൊട്ടാരങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം, മതിൽ അപ്ഗ്രേഡ് ചെയ്യണം, വീടിൻ്റെ ഓരോരോ സംഭവങ്ങൾ, കൃഷി ചെയ്യുന്ന സ്ഥലം അപ്ഗ്രേഡ് ചെയ്യണം. അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ കൺസ്ട്രക്ഷൻ പോലെ ഇങ്ങനെ കെട്ടി കുറേ എണ്ണം ആക്കിയിട്ട് വരണം. വീട് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആക്കണം. സ്ഥലങ്ങൾ അധികം ഉണ്ടാകും. പുതിയ മിഷൻ സാധനങ്ങൾ, കത്തിയും ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യൽ, അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന സംഭവം. ഇപ്പോൾ ഈ ഒരു മാച്ച് കഴിഞ്ഞു കണ്ട, ഇത് എൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പോയി ഇനിയിപ്പം ഇത് കളക്ട് ചെയ്ത് ഇപ്പം നെക്സ്റ്റ് മാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാച്ചിലേക്ക് കയറും. ഇതിപ്പോൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് മാച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ പണിയെടുത്തിട്ട് അതിന് ശേഷം അങ്ങനെ പോകാൻ പറ്റും. അങ്ങനെ കൊട്ടാരവും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമ്മളെ മെയിൻ കൊട്ടാരം ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് റെഡ് കളറിൽ, അതായത് ഇത് വേണം. അപ്പം ഞാൻ എന്താണ് മതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പോയി. മതിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഗേറ്റ്, അതായത് പുറത്തേക്കില്ലേ, അപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അതിനും കുറേ സംഭവങ്ങൾ വേണം. അപ്പം ഇതിന് ഇത്രയും മരം, ഇത്രയും കല്ല് വേണം. അപ്പോൾ അതെല്ലാം ഞാൻ മറ്റേ ഡയമണ്ട് കോയിൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അത് വാങ്ങിക്കും. അപ്പം നമുക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ ഒരാളെ പണിക്കാരനെ റിക്രൂട്ട് ഒരാളെടുത്തു. ഓൻ ഹാപ്പിയായി, ഓൻ ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട. അപ്പോൾ ഒരു പണിക്കാരനായി. അപ്പോൾ ഓനെ അടുത്തേക്കാണ് നിർത്തണ്ട. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓരോരോ സ്ഥലത്തേക്ക് ഓരോരോ ആൾക്കാരെല്ലാം നിർത്തൽ, അങ്ങനത്തെ കുറേ പണിയെല്ലാം ഉണ്ട്. ഇത് ഫാം. അപ്പം നെല്ലും അരിയും സാധനങ്ങളെല്ലാം വരുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഫാം അപ്ഗ്രേഡ് ചെയ്യേണ്ട സംഭവമെല്ലാം ഉണ്ട്. അതെല്ലാം അപ്ഗ്രേഡ് ചെയ്താൽ കൂടുതൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ഓരോരു സാധനം എടുക്കേണ്ടി വരില്ല. ഇങ്ങനത്തെ കുറേ ബിൽഡിങ് ഫാം കണക്കത്തെ കുറേ സംഭവമുണ്ട്. മരത്തിൻ്റെത്, ഈ കല്ലിൻ്റെത്, അങ്ങനത്തെ ഓരോന്ന് പണിത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പരമാവധി പണിയവിടെ കുറയും. പണിയല്ല ഇല്ല, കോയിൻസ് പരമാവധി കയ്യിൽ നിൽക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻസ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഓരോ സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടും. ആ കോയിൻസ് എല്ലാം കയ്യിൽ തന്നെ ഉണ്ടാവും. എവിടെയും പുറത്ത് പോവാതെ ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തെടുക്കാൻ പറ്റും.
ഇതിൽ സ്പീഡ് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ട് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഗ്രേഡേഷൻ സ്പീഡിൽ നടക്കും, അങ്ങനെ പണിയെല്ലാം പെട്ടെന്ന് തീരും. പക്ഷേ ഇതെല്ലാ ടൈമിലും ഇങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചടപടയെന്ന് നടക്കും, സ്പീഡാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളെല്ലാം കയ്യിലുണ്ട്, സ്പീഡാക്കണ്ടേ. അപ്പോൾ അതെല്ലാം നടക്കും. കുറച്ച് കഴിയുമ്പോൾ അത് കുറയാൻ തുടങ്ങുമ്പോൾ അതിനനുസരിച്ച് കുറയും. പക്ഷേ എനിക്ക് ഇതുവരെ കളിച്ചത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അടുപ്പിച്ച് കളിച്ചു. ആ സമയത്ത് എനിക്ക് ഇതിൽ വലിയ ഫുൾ ടൈം ഞാനെല്ലാം സ്പീഡ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടില്ല. അല്ലാണ്ട് ഞാനിങ്ങനെ മറ്റേ ചെയ്യൊന്നും കൊടുത്തിട്ടില്ല. കാരണം എനിക്ക് സ്പീഡ് എന്ന് കൊടുക്കുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കളിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂറായിട്ട് എനിക്ക് സ്പീഡ് അപ്പ് കൊടുത്തിട്ട് എല്ലാം പണി ടപ്പേ പണി തീർത്തിട്ട് ഞാൻ അടുത്തതിലേക്ക് പോയി. അപ്പോൾ അത്ര വരെ അങ്ങനെ നടക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അപ്പുറം എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് കളിക്കുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക. 1 GB അടുത്ത് എങ്ങനെ സൈസ് വരുന്നുണ്ട് ഗെയിം, എന്തായാലും ഡൗൺലോഡാക്കി കളിക്കുന്ന സമയത്ത് 1 GB മുകളിൽ പോകും. അപ്പം സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഉള്ളവർ ഡൗൺലോഡാക്കിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.